e divina ope sepius implorata, ac de plurimorum fratum nostrorum consilio, beatos Ioannem vicesimum tertium, et Ioannem Paulum secundum, sanctos esse decernimus. ക്രിസ്തു ശിഷ്യനായ മാർത്തോമാ ശ്ലീഹ ആരംഭം കുറിച്ച ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് തൃശ്ശൂർക്കാരായ നാം. 1887 മെയ് 20 തൃശ്ശൂർ രൂപതയ്ക്ക് ആരംഭം കുറിച്ചത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സന്ദർശിച്ച നാടാണ് തൃശ്ശൂർ. ഈ മാർപ്പാപ്പയെ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാം ഈ അതിരൂപതാ ദിനം ആചരിക്കുന്നത്. സഭയോട് മുഴുവനുമുള്ള പ്രതിബദ്ധതയും കൂട്ടായ്മയും പ്രകടിപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അതിരൂപതാ ദിനത്തിൽ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. തൃശൂർ അതിരൂപതയുടെ 127 വാർഷികം. സുവർണ ജൂബിലി നിറവിൽ നിൽക്കുന്ന ചാന്ദ മിഷന് ബാലാപൂർ ഇടവക ദേവാലയം, വൈദിക മന്ദിരം, ബാലഭവനം എന്നിവ നിർമ്മിക്കാൻ 65 ലക്ഷം രൂപ നൽകിയാണ് തൃശൂർ അതിരൂപത ശതോത്തര രജത ജൂബിലി ആഘോഷിച്ചത്. വിശ്വാസ വർഷത്തോടനുബന്ധിച്ച് സീറോ മലബാർ സഭയിലെ മെത്രാൻമാർ, മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ പാലയൂർ തീർത്ഥകേന്ദ്രവും ഏവപ്രാസ്യമ്മയുടെ ഒല്ലൂരിലെ കബറിടവും സന്ദർശിച്ചത് സുവർണ നിമിഷമായി. KCBC പ്രസിഡന്റ് കാലാവധി പൂർത്തിയായതിനു ശേഷം CBCIയുടെ 1ാം വൈസ് പ്രസിഡന്റായി മാർ ആൻഡ്രൂസ് താഴത്തിനെ തെരഞ്ഞെടുത്തത് തൃശൂർ അതിരൂപതയ്ക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ഇന്ത്യയിൽ സീറോ മലബാർ വിശ്വാസികൾക്കായുള്ള അപ്പസ്റ്റോളിക് വിസിറ്റേറ്ററായി അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിലിനെ നിയമിച്ചത് ഏറെ ആഹ്ലാദത്തോടെയാണ് അതിരൂപത ശ്രവിച്ചത്. ഓസ്ട്രേലിയയിലെ ആദ്യ സീറോ മലബാർ രൂപതയായ സെന്റ് തോമസ് എപാർക്കി ഓഫ് മെൽബണിന്റെ പ്രഥമ ബിഷപ്പായി അതിരൂപത അംഗമായ മാർ ബോസ്കോ പുത്തൂരിനെ നിയമിച്ചത് അതിരൂപതയ്ക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ്. അതിരൂപത അംഗമായ മോസ്റ്റ് റവറൻ ഡോക്ടർ ഫ്രാങ്കോ മുളയ്ക്കൽ ജലന്ധർ രൂപതയുടെ പുതിയ ബിഷപ്പായി ഓഗസ്റ്റ് 4 സ്ഥാനമേറ്റു. അതിരൂപതയിലെ വെണ്ടോർ ഇടവകാംഗമായ മോസ്റ്റ് റവറൻ ഡോക്ടർ റാഫി മഞ്ഞലിയെ അലഹബാദ് മെത്രാനായി നിയമിച്ചു.
സാംസ്കാരിക നഗരിയുടെ ചരിത്രത്തിൽ ആദ്യമായി 2000-ഓളം ക്രിസ്മസ് പാപ്പകൾ അണിനിരന്ന ക്രിസ്മസ് ഘോഷയാത്രയായിരുന്നു ബോൺ നതാലെ. ആയിരക്കണക്കിന് മാലാഖമാരും നിശ്ചല ദൃശ്യങ്ങളും നാടകീയ ആവിഷ്കാരങ്ങളും ക്രൈസ്തവ കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. സീറോ മലബാർ സഭയുടെ സാമുദായിക സംഘടന അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപതയിൽ AKCC തൃശൂർ മെയ് 4-ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. അതിരൂപത അവാർഡ് ദിനാഘോഷം നവംബർ 9-ന് DBCLCയിൽ നടത്തി. വാഴ്ത്തപ്പെട്ട ഏവുപ്രാസ്യമയെ വിശുദ്ധ പദവിയിലേക്കുയർത്താൻ മാർപ്പാപ്പയുടെ അനുമതി ലഭിച്ചത് അതിരൂപതയ്ക്ക് സദ്വാർത്തയായി. അതിരൂപതയിലെ 370 വൈദികരുടെ പൂർണ്ണ വിവരങ്ങളടങ്ങിയ ഡയറക്ടറി പുറത്തിറക്കി. ജോൺ 23-ാമൻ, ജോൺ പോൾ 2-ാമൻ എന്നീ മാർപ്പാപ്പമാരുടെ നാമകരണ ചടങ്ങുകളുടെ ഭാഗമായി ബൈക്ക് വിളംബര ജാഥ, സ്റ്റാമ്പ് നാണയ പുസ്തക പ്രദർശനം, ലീജിയൻ ഓഫ് അപ്പസ്റ്റലിക് ഫാമിലീസ് അംഗങ്ങളുടെ നിത്യവ്രത വാഗ്ദാനം, കുടുംബസമർപ്പണ പ്രാർത്ഥന എന്നിവയുണ്ടായിരുന്നു. 17-ാമത് പാലയൂർ മഹാതീർത്ഥാടനം ഏപ്രിൽ 6-ന് നടത്തി. 10,000-കണക്കിന് പേർ പങ്കെടുത്ത ദൈവശബ്ദം കൺവെൻഷനും ഏറെ ദൈവാനുഗ്രഹപ്രദമായി. അതിരൂപതയുടെ കീഴിലുള്ള കാത്തലിക് നഴ്സസ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ സുവർണ ജൂബിലി വർഷമാണ് പിന്നിട്ടത്. ബൈബിൾ മാസാചരണത്തിന്റെ ഭാഗമായി തിരുവചന യജ്ഞം നടത്തി. KCBC ബൈബിൾ കമ്മീഷന്റെ ലോഗോസ് ക്വിസ് മത്സരത്തിൽ തൃശൂർ അതിരൂപത 2-ാം സ്ഥാനം നേടി. വിവാഹ ജീവിതത്തിന്റെ രജത സുവർണ ജൂബിലി ദമ്പതികളെ ആദരിച്ചു. ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഏപ്രിൽ 28, മെയ് 3 തീയതികളിൽ നടത്തി. തൃശൂർ അതിരൂപതയ്ക്കു വേണ്ടി 15 പേർ പുരോഹിതരായി അഭിഷിക്തരായി. ഫാദർ അനീഷ് നെല്ലിക്കൽ മാന്നാമംഗലം, ഫാദർ ജിൻസൺ ചിരിയൻകണ്ടത്ത് ഗുരുവായൂർ, ഫാദർ ജെയ്സൺ വടക്കേത്തല മണലൂർ ഈസ്റ്റ്, ഫാദർ ഫെബിൻ കുത്തൂർ മറ്റം, ഫാദർ ജിൻഡോ ചുണ്ടൽ പറപ്പൂർ, ഫാദർ ആൻഡോസ് എലവത്തിങ്കൽ പറപ്പൂർ, ഫാദർ ബിനോയ് ചിറ്റിലപ്പിള്ളി പറപ്പൂർ, ഫാദർ ഫെക്സിൻ കുത്തൂർ ഇളവള്ളി, ഫാദർ സനോജ് അറങ്ങാശ്ശേരി തയ്യൂർ, ഫാദർ ഡേവിഡ് നെറ്റിക്കാടൻ മരിയാപുരം, ഫാദർ ഫിജോ ആലപ്പാടൻ തിരൂർ, ഫാദർ റോയ്സൻ കൊള്ളന്നൂർ മുണ്ടത്തിക്കോട്, ഫാദർ മനോജ് കിഴൂർ മുട്ടിക്കൽ എരുമപ്പെട്ടി, ഫാദർ റിജോയ് തൈവളപ്പിൽ അന്തിക്കാട്, ഫാദർ പോൾ കള്ളിക്കാടൻ വെളുത്തൂർ. അതിരൂപതയിൽ നിന്നും മറ്റ് രൂപതകൾക്കും സന്യാസ സമൂഹങ്ങൾക്കും വേണ്ടിയുള്ള നവവൈദികർ: ഫാദർ ജെൻസൺ പുറത്തൂർ കല്യാൺ, ഫാദർ ജേക്കബ് അരിമ്പൂർ VC, ഫാദർ സെബിൻ ചിറമൽ CST, ഫാദർ ഡോൺ ഡൊമിനിക് തെരുവാംകുന്നേൽ MCBS, ഫാദർ വിനീഷ് നടുവിൽ പീടിക RCJ, ഫാദർ ലിജോ വട്ടക്കുളത്തിൽ OSST, ഫാദർ ജിൻഡോ കല്ലൂക്കാരൻ CMI, ഫാദർ ആൻഡോ ചാലക്കൽ CST, ഫാദർ രാജു അഗസ്റ്റിൻ SJ, ഫാദർ തോമസ് മാപ്രക്കാരോട്ട് MCBS, ഫാദർ ജിൻഡോ ചിറയത്ത് CMI, ഫാദർ ജെയ്സൺ കുറ്റിക്കാടൻ ബെനഡിക്ടൈൻ, ഫാദർ ആന്റണി തട്ടിൽ CMI, ഫാദർ തോമസ് തട്ടിൽ കപ്പൂച്ചിൻ, ഫാദർ ജോബി കാച്ചപ്പള്ളി ജെസ്യൂട്ട്, ഫാദർ റോബിൻ വാഴപ്പറമ്പിൽ ജെസ്യൂട്ട്. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന വൈദികർ: ഫാദർ ജോസഫ് പുളിക്കൻ, ഫാദർ ജോസഫ് മുണ്ടശ്ശേരി, ഫാദർ ഫ്രാൻസിസ് കരിപ്പേരി, ഫാദർ സിറിയക് വടക്കൻ. രജത ജൂബിലി ആഘോഷിക്കുന്ന വൈദികർ: ഫാദർ പോളി നീലങ്കാവിൽ, ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, ഫാദർ റാഫേൽ താണിശ്ശേരി, ഫാദർ ഫ്രാൻസിസ് തരകൻ, ഫാദർ ഡേവിസ് ചിറമൽ, ഫാദർ പോൾ തേക്കാനത്ത്, ഫാദർ ജോർജ് കോമ്പാറ, ഫാദർ വർഗീസ് കരിപ്പേരി, ഫാദർ മാത്യു കുറ്റിക്കോട്ടയിൽ, ഫാദർ ക്ലെമന്റ് വാഴപ്പറമ്പിൽ. വൈദികരുടെ പൊതുസ്ഥലമാറ്റം ഫെബ്രുവരിയിൽ പ്രാബല്യത്തിൽ വന്നു. അതിരൂപതയിലെ സമർപ്പിതർക്ക് നവീകരണത്തിന്റെ ദിവസമായിരുന്നു വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന തിങ്കളാഴ്ച. അന്ന് മൂറോൻ കൂദാശയുമുണ്ടായിരുന്നു. ഒരു ഹൈന്ദവന് കിഡ്നി ദാനം ചെയ്ത് ഫാദർ ആന്റണി കുരുതുകുളങ്ങര ത്യാഗജീവിതത്തിന്റെ പ്രതീകമായി. ആദരാഞ്ജലികൾ: ഫാദർ ജോസഫ് ചാഴൂർ, ഫാദർ ജോർജ് മഞ്ഞളി, മോൺസിഞ്ഞോർ തോമസ് തലച്ചിറ. സുദീർഘമായ 1.25 നൂറ്റാണ്ട് വൈദിക പരിശീലനത്തിന്റെ കളരിയായി നിലകൊണ്ട് തൃശൂർ അതിരൂപതയുടെ സെന്റ് മേരീസ് മൈനർ സെമിനാരി സാർത്ഥകമായ ഒരു യാത്രയുടെ സ്വർണ്ണ തിളക്കമുള്ള നാഴികക്കല്ല് പിന്നിട്ടു. മേരി മാതാ മേജർ സെമിനാരിയിൽ പഠനം പൂർത്തിയാക്കിയ 17 ഡീക്കന്മാർ ഈ വർഷം വൈദികരായി. ഇതോടെ 9 ബാച്ചുകളിലായി 188 വൈദികരെ സമ്മാനിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലുമാണ് മേരി മാതാ. അതിരൂപതയിലെ വിവിധ സന്യാസിനി സമൂഹങ്ങളിൽ 56 പേർ ആദ്യവ്രത വാഗ്ദാനവും 37 പേർ നിത്യവ്രത വാഗ്ദാനവും നടത്തി. തൃശൂർ അതിരൂപത 127 വർഷങ്ങൾ പിന്നിട്ടു.
അതിരൂപതയിൽ 5 ഇടവകകൾ കൂടി ഈ വർഷം രൂപം കൊണ്ടു. മനക്കൊടി സെന്റ് ജോസഫ്സ്, വിളത്തൂർ സെന്റ് ജോർജ്, ചിയാരം വിജയമാത, മരത്തംകോട് മേരിമാത, അമലാനഗർ സെയിന്റ് ജോസഫ്സ്. തലോർ ഇടവക പ്രശ്നപരിഹാരത്തിന് വത്തിക്കാന്റെ അംഗീകാരം. വളരെ കാലമായി തലോർ ഇടവകയിൽ നിലനിന്നിരുന്ന പ്രശ്നത്തിൽ വത്തിക്കാനിൽ നിന്ന് പ്രശ്നപരിഹാരമായി. ആശീർവദിക്കപ്പെട്ട വൈദിക മന്ദിരങ്ങൾ, ആശീർവദിക്കപ്പെട്ട പാരിഷ് ഹാളുകൾ, കൂദാശ ചെയ്യപ്പെട്ട ദേവാലയങ്ങൾ, തയ്യൂർ നിത്യസഹായമാത, ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ്, പഴയന്നൂർ സെയിന്റ് ഡൊമിനിക്, വെള്ളാനിക്കോട് സെയിന്റ് അഗസ്റ്റിൻ, ചുവന്നമണ്ണ് സെയിന്റ് ജോസഫ്, വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ. അതിരൂപതയിലെ മതബോധന കേന്ദ്രത്തിൽ 231 യൂണിറ്റുകളും 87,500 വിദ്യാർത്ഥികളും 4,960 അധ്യാപകരും യേശുവിനെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ ശുശ്രൂഷ ചെയ്യുന്നു. 2013-14 അധ്യയന വർഷത്തിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും വേണ്ടി ഒട്ടനവധി പരിശീലന വേദികളും കൂട്ടായ്മകളും ക്ലാസുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. 12ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി വീത്ത എതേർന മത അധ്യാപക സംഗമം, പ്രധാന അധ്യാപക കുടുംബ സംഗമം, റാങ്ക് ജേതാക്കളുടെ സംഗമം എന്നിവ അവയിൽ ചിലതാണ്. സോഷ്യൽ മിനിസ്ട്രി. അതിരൂപതയിലെ മുഴുവൻ പള്ളികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ, സന്യാസ സമൂഹങ്ങൾ എന്നിവയിൽ നിന്നും ഏകദേശം 28 കോടി രൂപയോളം സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ വർഷം ചെലവഴിച്ചു. അതിരൂപതയിലെ സാമൂഹ്യ സേവനങ്ങളെ 2003 സാന്ത്വനം എന്ന കുടക്കീഴിൽ അണിനിരത്തിയതിനു ശേഷം കൂടുതൽ ഊർജ്ജസ്വലതയോടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സാധിക്കുന്നു. അതിരൂപത സാമൂഹ്യ ശുശ്രൂഷ കാര്യാലയത്തിന്റെ ശിലാസ്ഥാപനം, അപകടങ്ങളിൽ നട്ടെല്ലിന് ക്ഷതമേറ്റവർക്ക് വീൽചെയർ വിതരണം, കുരിയച്ചിറയിൽ സാന്ത്വനം ബ്ലെസഡ് ഹോം, സേവേ ഫാമിലിയുടെ ആഭിമുഖ്യത്തിൽ പൊതുകുളം ശുചീകരണവും റോഡ് നിർമ്മാണവും, കുട്ടികൾക്ക് ജീവിത മാർഗദർശന ക്യാമ്പ്, സൗജന്യ തെങ്ങുകയറ്റ പരിശീലനം എന്നിവ കഴിഞ്ഞ വർഷത്തെ എടുത്തു പറയാവുന്ന നേട്ടങ്ങളാണ്. കാരുണ്യനിധിയിലേക്ക് ഈ വർഷം ലഭിക്കുന്നത് മുഴുവൻ ക്രൈസ്റ്റ് വില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കും. ശാരീരിക മനോവൈകല്യമുള്ളവരോടും എയ്ഡ്സ് രോഗികളോടും തൃശൂർ അതിരൂപതയുടെ കാരുണ്യ പ്രവാഹമായി ധാരാളം പരിപാടികൾ അതിരൂപതയിൽ നടത്തി. മുളയം ഡാമിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വജ്ര ജൂബിലി വർഷമായിരുന്നു കടന്നുപോയത്. ഹോസ്പിറ്റൽ മിനിസ്ട്രി. അതിരൂപതയുടെ ആതുര ശുശ്രൂഷാ മേഖലയിൽ നെടുംതൂണായി നിലകൊള്ളുകയാണ് 62 വർഷം പിന്നിട്ട ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്. 2003 മെഡിക്കൽ കോളേജ് ആയതോടുകൂടി കോളേജ് ഓഫ് നഴ്സിംഗ്, സ്കൂൾ ഓഫ് നഴ്സിംഗ്, കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ് തുടങ്ങി നിരവധി പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തിവരുന്നു. മുൻ വർഷങ്ങളിലെ പോലെ 2013 രോഗികൾക്കായി നിരവധി സഹായ സേവന പരിപാടികൾ നടത്താൻ ആശുപത്രിക്കായിട്ടുണ്ട്. 16 ലക്ഷത്തോളം രൂപയുടെ സൗജന്യ ഡയാലിസിസ്, ഹൃദയനിധി, കൺമണിക്കൊരു കരുതൽ, പാമ്പ് വിഷ ചികിത്സയ്ക്കുള്ള സൗജന്യ വാക്സിൻ, സൗജന്യ മുറിച്ചുണ്ട് മുറിയെണ്ണാക്ക് ചികിത്സ എന്നിവ അവയിൽ ചിലത് മാത്രമാണ്. MBBS 5ാമത്തെ ബാച്ച് റാങ്കുകളോടെ വിജയം പൂർത്തിയാക്കി. എഡ്യൂക്കേഷൻ മിനിസ്ട്രി. അതിരൂപതയുടെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ മികച്ച നിലവാരം പുലർത്തുന്നു. അതിരൂപതയുടെ സെന്റ് തോമസ് കോളേജിൽ ബിരുദം, ബിരുദാനന്തര ബിരുദം, ഡോക്ടറൽ സ്റ്റഡീസ് എന്നിവയ്ക്കായി 2500ഓളം വിദ്യാർത്ഥികളും 200ഓളം സ്റ്റാഫുമുണ്ട്. കേരളത്തിലെ സ്വയംഭരണ കോളേജുകളുടെ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 13 കോളേജുകളിൽ ഒന്നായ ഈ കലാലയം വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചതിനു ശേഷം ഏറെ മാതൃകാപരമായി പ്രവർത്തിക്കുന്നു. അതിരൂപതയുടെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനെ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേരളത്തിലെ മികച്ച 4ാമത്തേതായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മികച്ച 3ാമത്തേതായും തെരഞ്ഞെടുത്തു. ചിൽഡ്രൻസ് മിനിസ്ട്രി. അൽത്താര ബാലന്മാർക്കായി കൊട്ടേക്കാട് വെച്ച് നടത്തുന്ന ഫുട്ബോൾ മേള രജത ജൂബിലി നിറവിൽ. കുരിയച്ചിറ സെന്റ് ജോസഫ് സ്കൂളിൽ ബൈബിൾ പൂക്കള മത്സരം നടത്തി. തിരുബാല സഖ്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം തോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തി. യൂത്ത് മിനിസ്ട്രി. അതിരൂപതയിലെ യുവജനങ്ങളുടെ കരുത്തും സാമൂഹ്യ പ്രതിബദ്ധതയും വിളംബരം ചെയ്ത് അതിരൂപത യുവജന ദിനം ജൂലൈ 6-7 തീയതികളിൽ ചേലക്കരയിൽ നടത്തി. മീഡിയ മിനിസ്ട്രി. കത്തോലിക്ക സഭ തൃശൂർ അതിരൂപത മുഖപത്രം 2 എഡിഷനുകൾ
1.5 ലക്ഷം കോപ്പികൾ 1,80,000 കുടുംബങ്ങളിലേക്ക്, 2,810 കുടുംബ യൂണിറ്റുകളിലേക്ക്, 6 ലക്ഷം വായനക്കാരിലേക്ക്. ശക്തമായ വാർത്താ വിശകലനങ്ങൾ, ആധുനികവും ക്രമീകൃതവുമായ വിതരണ ശൃംഖല, ഊർജ്ജസ്വലവും ഹൃദ്യവുമായ മാർക്കറ്റിംഗ് ശൃംഖല, വാർത്തകളും പരസ്യങ്ങളും സ്വീകരിക്കുന്നതിന് ഓരോ ഇടവകയിലും മാധ്യമ പ്രതിനിധികൾ. കത്തോലിക്ക സഭാപത്രത്തിന്റെ പ്രതിനിധി സമ്മേളനമായ പ്രൊമോട്ടേഴ്സ് മീറ്റ് മാർച്ച് 9 സെന്റ് തോമസ് കോളേജിൽ നടത്തി. 3000-ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. കേരളത്തിൽ രൂപതാ തലത്തിൽ ആരംഭിച്ച ആദ്യ കലാ-സാംസ്കാരിക സംഘടനയായ കലാസദൻ 40 വർഷങ്ങൾ പിന്നിട്ടു. 2013 അവാർഡ് ജേതാക്കൾ ഫാദർ ജോർജ് കണ്ണാത്ത്, സിസ്റ്റർ ബാപ്റ്റിസ്റ്റ, മിസ്റ്റർ S.J. മാത്യു, മിസ്റ്റർ സണ്ണി രാജ്, ഫാദർ ആന്റണി തോട്ടാൻ CMI. 2014 അവാർഡ് ജേതാക്കൾ ഫാദർ പോൾ മാറോക്കി, സിസ്റ്റർ മേരി തൃക്കുകാരൻ, മിസ്റ്റർ ജോസ് പോട്ടോക്കാരൻ, പ്രൊഫസർ PC തോമസ്, മിസ്റ്റർ ഡേവിസ് എടക്കളത്തൂർ, മിസസ് MR മേരി. തൃശൂർ അതിരൂപതയുടെ 127-ാം വാർഷികം. അതിരൂപതയുടെ ഭാവി നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലാണ്. നമ്മുടെ രാഷ്ട്രത്തെ, കേരളത്തെ, തൃശ്ശൂരിനെ, പൊതുസമൂഹത്തെ വളർത്താനുള്ള ഉത്തരവാദിത്വവും സഭാംഗങ്ങളായ നമുക്കുണ്ട്. നമുക്കൊത്തൊരുമിച്ച് അതിരൂപതയെ ഒരു സ്നേഹ സമൂഹമാക്കാം. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നിങ്ങൾക്കേവർക്കും ഉണ്ടാകട്ടെ.